ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. അക്ഷയ് സാറാണ് മക്കളെ. അക്ഷയ് സാറ് നിങ്ങൾക്ക് ബയോളജി എടുക്കുന്ന ഒരു ഫാക്കൽറ്റിയാണ്. സോ ഇന്ന് സാറ് നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് നമ്മുടെ പുതിയ ടെക്സ്റ്റ് ബുക്കിലെ ഡൈവേഴ്സിറ്റി ഇൻ ദ ലിവിങ് വേൾഡ് എന്ന ചാപ്റ്ററിലെ ഒരു ചെറിയ കോണ്ടന്റ് വീഡിയോയുമായിട്ടാണ് സാറ് നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്രദമാവുന്ന പല കാര്യങ്ങളും നമ്മളിവിടെ ഡിസ്കസ് ചെയ്യും. ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ, ശ്രദ്ധിച്ച് കേൾക്കണം. ഞാൻ പറയുന്ന ഓരോ പോയിന്റ്സും കൃത്യമായി മനസ്സിലാക്കുക. അങ്ങനെ മനസ്സിലാക്കി നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ വളരെ കൃത്യമായി നിങ്ങൾക്കിത് പരീക്ഷാ പേപ്പറിൽ നിങ്ങളുടെ ആൻസർ ഷീറ്റിൽ ഇത് എഴുതാൻ വേണ്ടി സാധിക്കും. സോ മനസ്സിലാക്കിക്കൊണ്ട് മാത്രം എന്ത് ചെയ്യുക, സയൻസ് വിഷയങ്ങൾ പഠിക്കുക. അതെന്നും പറയുന്നൊരു കാര്യമാണ്. മനസ്സിലാക്കി മാത്രമേ നിങ്ങൾ സയൻസ് വിഷയങ്ങൾ, അതിപ്പോൾ ബയോളജി തന്നെയല്ല, ഫിസിക്സ് ആയാലും കെമിസ്ട്രി ആയാലും നിങ്ങൾ എന്ത് ചെയ്യണം, മനസ്സിലാക്കി തന്നെ എന്ത് ചെയ്യണം, പഠിക്കണം. കാര്യങ്ങൾ മനസ്സിലാക്കുമ്പോൾ നമുക്ക് ഒരിക്കലും അത് മറന്നു പോവില്ല. ആ ഒരു ഇതുണ്ട്. അതുകൊണ്ട് നിങ്ങൾ തീർച്ചയായിട്ടും എന്ത് ചെയ്യുക, മനസ്സിലാക്കി മാത്രം എന്ത് ചെയ്യുക, പഠിക്കുക. അപ്പോൾ നമുക്ക് തുടങ്ങാം അല്ലേ. അപ്പോൾ ഇവിടെ ഡൈവേഴ്സിറ്റി ഓഫ് ലിവിങ് വേൾഡിൽ നമുക്കറിയാം, നമുക്ക് ചുറ്റിലും ദർ ആർ ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഓഫ് പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ്. നിങ്ങൾക്കറിയാവുന്ന പ്ലാന്റ്സും ആനിമൽസും, നിങ്ങൾക്ക് സറൗണ്ടിങ്ങിൽ കാണപ്പെടുന്ന പ്ലാന്റ്സിൻ്റെയും ആനിമൽസിൻ്റെയും പേരുകൾ നിങ്ങൾ എന്ത് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, നിങ്ങളുടെ വീടിൻ്റെ പരിസരത്ത് കാണുന്ന, നിങ്ങൾക്ക് ചുറ്റിലും കാണാൻ സാധിക്കുന്ന ജീവികളും, ആ ജീവികളെന്ന് പറയുമ്പോൾ പ്ലാന്റ്സിൻ്റെയും ആനിമൽസിൻ്റെയും പേരുകൾ നിങ്ങൾ കമൻറ്റ് ചെയ്യില്ലേ? അപ്പോൾ കമൻറ്റ് ചെയ്യണം കേട്ടോ, കമൻറ്റ് ബോക്സിൽ. ഓക്കെ, അപ്പോൾ അതാണ് പറയുന്നത് ഡൈവേഴ്സിറ്റി. വ്യത്യസ്ത തരം ജീവജാലങ്ങൾ നമുക്ക് ചുറ്റിലുമുണ്ട്. ഇപ്പോൾ ആനിമലിൻ്റെ കേസ് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ കാറ്റ് ഉണ്ട്, ഡോഗ് ഉണ്ട്, കൗ ഉണ്ട്, ഗോട്ട് ഉണ്ട് അല്ലേ. ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഓഫ് ആനിമൽ സ്പീഷീസ് നമുക്ക് ചുറ്റിലുമുണ്ട്. ഇനി പ്ലാന്റ്സിൻ്റെ കേസ് പറയുമ്പോഴും ഇതുപോലെ തന്നെ വ്യത്യസ്ത തരം പ്ലാന്റ്സ് ഇല്ലേ. നമ്മുടെ വീടിന് മുന്നിൽ ചിലപ്പോൾ തുളസി തറയുണ്ടാവും, തുളസി ഉണ്ടാവും അല്ലേ, ചെമ്പരത്തി ഉണ്ടാവും, റോസാ ചെടികളുണ്ട് അല്ലേ, പിന്നെ ഒരുപാട് പുല്ലുകൾ ഉണ്ടാവും. സോ ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഓഫ് ആനിമൽസ് ഉള്ളതുപോലെ തന്നെ ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഓഫ് എന്തും ഉണ്ട്, പ്ലാന്റ്സും ഉണ്ട്. അപ്പോൾ ഓരോന്നും വ്യത്യസ്തമാണ്. ആ വ്യത്യസ്തതയാണ് നമ്മൾ ഡൈവേഴ്സിറ്റി എന്ന് പറയുന്നത്. ഡൈവേഴ്സിറ്റി മീൻസ് വൈവിധ്യങ്ങൾ. അത്രത്തോളം ഡിഫറൻസസ് ഉണ്ട്, വ്യത്യസ്തതകളുണ്ട്. അതാണ് ഡൈവേഴ്സിറ്റി. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തതും ഡൈവേഴ്സിറ്റി ഇൻ പ്ലാന്റ്സും ആനിമൽസുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ എന്താണ് ആദ്യം ഡൈവേഴ്സിറ്റി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്ക് ആദ്യം മനസ്സിലാക്കണം മക്കളെ. അപ്പോൾ ഡൈവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വ്യത്യസ്തത തന്നെയാണ്, അല്ലെങ്കിൽ വെറൈറ്റികളാണ്. വെറൈറ്റികൾ അല്ലെങ്കിൽ നമുക്ക് ഒരേ വ്യത്യസ്തതകൾ, ഡിഫറൻസസ് ആണെന്ന് പറയാം അല്ലേ. നമുക്ക് ചുറ്റിലും ഒരുപാട് തരത്തിലുള്ള ജീവജാലങ്ങളുണ്ട്. അത് തന്നെയാണ് ഡൈവേഴ്സിറ്റി എന്ന് പറഞ്ഞാലും. ഇറ്റ് ഈസ് വെറൈറ്റീസ്, അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം, ഡിഫറൻസസ് അല്ലേ. ഡിഫറൻസസ് ഉണ്ട് അല്ലേ. ഓരോ ജീവിയും ഓരോ തരത്തിലാണുള്ളത്. അത് തന്നെയാണ് ഡൈവേഴ്സിറ്റി. സോ ഡൈവേഴ്സിറ്റി മീൻസ് ദ വെറൈറ്റി ആൻഡ് ഡിഫറൻസസ് ഫൗണ്ട് എമംഗ് ലിവിങ് തിങ്സ് അല്ലേ. ജീവജാലങ്ങൾക്കിടയിൽ, ലിവിങ് തിങ്സ് എന്ന് പറഞ്ഞാൽ ലൈഫ് പ്രോസസ് ചെയ്യുന്ന ആൾക്കാരാണ് ലിവിങ് തിങ്സ്. പ്ലാന്റ്സും ആനിമൽസും ഒക്കെ ലിവിങ് ആണ്. അപ്പോൾ ഇവർക്കിടയിൽ ഒരുപാട് വ്യത്യസ്തതകളുണ്ട്. ഒരു പർട്ടിക്കുലർ ഏരിയയിലുള്ള അല്ലേ, ഒരു പർട്ടിക്കുലർ ഏരിയയിലുള്ള, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു പർട്ടിക്കുലർ ഏരിയയിൽ നമ്മൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഒരുപാട് വെറൈറ്റീസ് ഓഫ് പ്ലാന്റ്സും ആനിമൽസും ഒക്കെ കാണും. ദാറ്റ് ഈസ് വാട്ട് ഈസ് കോൾഡ് ഡൈവേഴ്സിറ്റി. കിട്ടിയില്ലേ? ഡൈവേഴ്സിറ്റി എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കി. പിന്നെ പറയുന്ന അടുത്ത സെൻറ്റൻസിലേക്ക് കടക്കാം. എന്താ പറയുന്നത്? വെൻ വി ടോക്ക് അബൌട്ട് ഡൈവേഴ്സിറ്റി ഇൻ പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ്, നമുക്ക് ചുറ്റിലുമുള്ള പ്ലാന്റ്സിൻ്റെയും ആനിമൽസിൻ്റെയും ഡൈവേഴ്സിറ്റിയെക്കുറിച്ച് നമുക്ക് പഠിക്കുമ്പോൾ നമ്മൾ എങ്ങനെയാണ്, നമുക്കിപ്പോൾ ഞാൻ പറഞ്ഞു, ഇപ്പോൾ പൂച്ചയുണ്ട്, നായയുണ്ട്, പിന്നെ പശു ഉണ്ട് എന്നൊക്കെ ഞാൻ പറഞ്ഞു. അപ്പോൾ ഇതൊക്കെ എങ്ങനെയാണ് വ്യത്യസ്തമായത്? ഒന്നുകിൽ അവരുടെ ഷേപ്പിൽ വ്യത്യസ്തത കാണിക്കും, കളറിൽ വ്യത്യസ്തത കാണിക്കും, സൈസിൽ വ്യത്യസ്തത കാണിക്കും അല്ലേ. അപ്പോൾ ഡിഫറെൻറ്റ് ആസ്പെക്ട്സ് ഉണ്ട്. അപ്പോൾ ശ്രദ്ധിക്കോ, വെൻ വി ടോക്ക് അബൌട്ട് ഡൈവേഴ്സിറ്റി ഇൻ പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ് അറൗണ്ട് അസ്, വി ആർ ലുക്കിംഗ് അറ്റ് ഹൗ മെനി ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ് അല്ലേ. എത്ര വ്യത്യസ്ത തരം പ്ലാന്റ്സും ആനിമൽസും നമ്മുടെ പ്ലേസിലുണ്ട് എന്നതാണ് പറയുന്നത്. ആൻഡ് ഹൗ ദേ ആർ ഡിഫറെൻറ്റ് ഫ്രം ഈച്ച് അതർ. അതാണ് ഞാൻ പറഞ്ഞത്. ഇപ്പോൾ ഒരു കാറ്റിനെയും ഡോഗിനെയും കമ്പയർ ചെയ്യുമ്പോൾ ഡോഗ് വിൽ ബി ഓഫ് ഗ്രേറ്റർ സൈസ് കമ്പയർഡ് ടു കാറ്റ് അല്ലേ. സാധാരണ നമ്മൾ വീട്ടിൽ നാടൻ നായി അല്ലെങ്കിൽ നാടൻ പൂച്ച നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ നാടൻ നായക്കാണ് പൂച്ചയെക്കാളും കുറച്ചുകൂടി സൈസ് കൂടുതൽ, വലിപ്പം കൂടുതൽ ഉണ്ടാവുക. ഷേപ്പിലും നല്ലൊരു വ്യത്യാസം കാണുന്നുണ്ട് അല്ലേ. കാറ്റ് എന്ന് പറയുമ്പോൾ കാറ്റ് ഫാമിലിയുടേതായ ഫീച്ചേഴ്സ് ഉണ്ട്. എന്നാൽ ഡോഗിന് കാറ്റിനേക്കാൾ വ്യത്യസ്തതയുണ്ട് അല്ലേ. വാലായാലും അതിൻ്റെ മുഖത്തിൻ്റെ ഷേപ്പായാലും. സോ പറഞ്ഞു വന്നത് അതാണ് ഡൈവേഴ്സിറ്റി എന്ന് പറയുന്നത്. ഇവിടെ പൂച്ചയുടെ നായയുടെയും ഒരു എക്സാമ്പിൾ മാത്രമാണ് സാറ് പറഞ്ഞത്. എല്ലാ ജീവജാലങ്ങളും ഇത്തരത്തിൽ ഡൈവേഴ്സ് ആണ്, അല്ലെങ്കിൽ ഡൈവേഴ്സിറ്റി എന്ന് പറയുന്ന വ്യത്യസ്തത അല്ലെങ്കിൽ ആ വെറൈറ്റി ഓഫ് എക്സ്പ്രഷൻസ് കാണിക്കുന്നുണ്ട് എന്ന് നിങ്ങൾ എന്ത് ചെയ്യണം, ഓർത്ത് വെക്കില്ലേ.
ക്ലിയർ അല്ലേ ഞാൻ പറഞ്ഞത്? ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മൾ ആദ്യം ഡൈവേഴ്സിറ്റി ഇൻ പ്ലാന്റ്സ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ചെടികളിലെ വൈവിധ്യങ്ങളെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാം. കൃത്യമായി മനസ്സിലാക്കി തന്നെ പഠിക്കണം. ഞാൻ ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ട്, ചെടികളെ നമുക്ക് വളരെ ഇഷ്ടമാണ്. കാരണം ചെടികൾ നമുക്ക് ഒരുപാട് സേവനങ്ങൾ, ഒരുപാട് സർവീസസ് ചെയ്യുന്ന ആളുകളാണെന്ന് നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ പഠിക്കുന്നുണ്ട് അല്ലേ? ചെടികളാണ് നമുക്ക് ഫുഡൊക്കെ തരുന്നത്, ഓക്സിജന് കാരണം ചെടികളാണെന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അതൊക്കെ അവിടെ നിൽക്കട്ടെ. ആ ചെടികൾ ഡിഫറൻറ്റ് ഫോം ഉണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവൂലേ? നിങ്ങൾക്ക് അറിയാലോ, പ്ലാന്റ്സ് ക്യാൻ ബി വെരി ഡിഫറൻറ്റ് ഫ്രം വൺ അനദർ ഇൻ സെവറൽ വേസ്. ഒരുപാട് ആസ്പെക്ട്സിൽ ഒരു ചെടി മറ്റൊരു ചെടിയുമായി വ്യത്യസ്തത കാണിക്കുന്നു. ഒന്നാമത് സൈസ് തന്നെയാണ്, ചെടികളുടെ സൈസ്. ചില ചെടികൾ വളരെ ചെറുതാണ്, ചിലത് ഇൻ്റർമീഡിയറ്റ് ഹൈറ്റുള്ള ചെടികളുണ്ട്, ചിലത് പടുകൂറ്റൻ വലിയ മരങ്ങൾ, ഒരുപാട് വർഷം പ്രായമുള്ള അല്ലെങ്കിൽ ഒരുപാട് വർഷങ്ങൾ ആയുസ്സുള്ള വലിയ വലിയ മരങ്ങളും നമുക്ക് ചുറ്റിലുമുണ്ട്. അപ്പോൾ സൈസിൽ വ്യത്യസ്തതയുണ്ടാവും, ഷേപ്പിൽ ഡിഫറൻസസ് ഉണ്ടാവും. പിന്നെ ദ വേ ദേ ഗ്രോ, അവർ വളരുന്ന സാഹചര്യം, അവരെവിടെയാണ് വളരുന്നത്, അവർ കരയിലാണോ വളരുന്നത്, അവർ പിന്നെ വെള്ളത്തിലാണോ വളരുന്നത്, അവരുടെ വേരുകൾ എങ്ങനെയാണ്. അപ്പോൾ അങ്ങനെയൊക്കെ നോക്കി നമുക്ക് ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഓഫ് പ്ലാന്റ്സ് നമുക്ക് ചുറ്റിലുണ്ടെന്ന് പറയാൻ പറ്റും. ഹിയർ ആർ സം വേസ് പ്ലാന്റ്സ് ക്യാൻ ഡിഫർ. നമുക്ക് നോക്കാൻ പോവാണ്. അപ്പോൾ നമ്മളിവിടെ ഒരു ചിത്രങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്, ഭംഗിയുള്ള കുറച്ച് ചിത്രങ്ങൾ, ചെടികളുടെ ചിത്രങ്ങൾ അവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് നോക്കാം ചെടികളെ എങ്ങനെയൊക്കെ നമുക്ക് ഡിഫറൻ്റ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. ഫസ്റ്റ് ഓഫ് ഓൾ, ഓൺ ദ ബേസിസ് ഓഫ് ഹൈറ്റ് നമുക്ക് പറയാം. ഹൈറ്റ് എന്ന് പറഞ്ഞാൽ ഉയരം. ഉയരത്തിൻ്റെ അടിസ്ഥാനത്തിൽ 3 തരത്തിൽ നമുക്ക് ചെടികളെ, നമ്മുടെ മൊത്തം ചെടികളെ നമുക്ക് 3 രീതിയിൽ തരംതിരിക്കാം. ഒന്ന് ഹെർബ്, മറ്റൊന്ന് ഷ്രബ്, പിന്നെ ട്രീസ് ആണ്. അപ്പോൾ നമുക്ക് നോക്കാം, ഓരോന്നും വിശദമായി തന്നെ നമുക്ക് മനസ്സിലാക്കാനുണ്ട്. സോ ഒന്നാമത് ഹെർബ് എന്നാണ് ഞാൻ പറഞ്ഞത്. ഹെർബ് എന്ന് പറഞ്ഞാൽ പുല്ലുകളാണ് മെയിനായിട്ടും. അവർ ചെറിയ പ്ലാന്റ്സ് ആയിരിക്കും. അതായത് അവർക്ക് സ്റ്റെമ്മിൻ്റെ പ്രത്യേകത, അവരുടെ സ്റ്റെമ്മ് ഗ്രീൻ കളറിലായിരിക്കും കാണാം. അപ്പോൾ ഗ്രീൻ കളർ സ്റ്റെമ്മുള്ള വളരെ സ്മോൾ ആയിട്ടുള്ള ചെടികളാണ്. മാത്രമല്ല എൻ്റെ സ്റ്റെമ്മ് വളരെ സോഫ്റ്റാണ്. നമുക്കിങ്ങനെ ജസ്റ്റ് ഒന്ന് ചെറിയൊരു ഫോഴ്സ് കൊടുത്താൽ തന്നെ എന്ത് ചെയ്യും, ബ്രേക്ക് ആവും. അതാണ് അതിൻ്റെ പ്രത്യേകത. ഈ പുല്ലുകളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഈ പറഞ്ഞിരിക്കുന്ന ഹെർബ് കാറ്റഗറിയിൽ വരുന്ന ആൾക്കാരാണ്. ദേ യൂഷ്വലി ഡോണ്ട് ഗ്രോ വെരി ടോൾ. നല്ല ഉയരത്തിലേക്കൊന്നും അത് വളരാനൊന്നും പോകുന്നില്ല. എക്സാമ്പിൾ ഇൻക്ലൂഡ് മിൻറ്റ്, കൊറിയാൻഡർ, മല്ലിയാണ്, പിന്നെ ബേസിൽ. ഇതൊക്കെ എന്താണ്, ഇത് ഈ കാണിച്ചിരിക്കുന്ന ചെടികളൊക്കെ തന്നെ ഈ പറഞ്ഞിരിക്കുന്ന രീതിയിൽ ഹെർബാണെന്ന് ഓർത്ത് വെക്കുക, ഹെർബ്. ഇനി ഷ്രബിലേക്ക് വരുമ്പോൾ നമ്മൾ കുറ്റിക്കാടുകൾ, കുറ്റിച്ചെടികൾ എന്നൊക്കെ പറയുന്ന കാറ്റഗറിയാണ്. അവരുടെ സ്റ്റെമ്മുകൾ ശ്രദ്ധിച്ചാൽ അത് ഗ്രീൻ ആയിരിക്കില്ല, വുഡായിരിക്കും, വുഡി സ്റ്റെമ്മ് ആയിരിക്കും ഷ്രബിൻ്റെ പ്രത്യേകത. അപ്പോൾ ഷ്രബ് എന്ന് പറഞ്ഞാൽ മീഡിയം സൈസ്ഡ് പ്ലാന്റ്സ് ആണ്. അധികം വലുതുമല്ല, നന്ന ചെറുതുമല്ല, ഇടത്തരം, ഇൻ്റർമീഡിയറ്റ് അല്ലെങ്കിൽ മീഡിയം സൈസ്ഡ് പ്ലാന്റ് ആണ്. അതിൻ്റെ സ്റ്റെമ്മ് വുഡ് കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്നതാണ്. അതാണ് വുഡി സ്റ്റെം എന്ന് പറഞ്ഞാൽ. മരമാണ് അതിൻ്റെ സ്റ്റെമ്മ്. ഒരിക്കലും സോഫ്റ്റ് ആയിട്ടുള്ള ഗ്രീൻ സ്റ്റെം അല്ല, കുറച്ച് കട്ടി കൂടുതലേക്ക്, പൊട്ടിക്കാൻ ബ്രേക്ക് ചെയ്യാനാണെങ്കിൽ കുറച്ച് ഫോഴ്സ് എക്സർട്ട് ചെയ്യേണ്ടി വരും. ദേ ആർ യൂഷ്വലി ടോളർ ദാൻ ഹെർബ്. ഹെർബിനേക്കാൾ ടോളറാണ്, പക്ഷേ ട്രീസിൻ്റെ അത്ര ടോളുമല്ല. പക്ഷെ ഹെർബിനേക്കാൾ ടോളറാണ്. അപ്പോൾ നമുക്കറിയാം, ടോളർ ദാൻ ഹെർബ് ബട്ട് ഷോർട്ടർ ദാൻ ട്രീസ് എന്ന് പറയാം അല്ലേ? ബട്ട് ഷോർട്ടർ ദാൻ ട്രീസ്. ട്രീസിൻ്റെ അത്ര വലിപ്പമൊന്നുമില്ല, എന്നാൽ ഹെർബിനേക്കാളും വലിപ്പമുണ്ട്. എക്സാമ്പിൾസ് ഇൻക്ലൂഡ് നമ്മുടെ വീടുകളിലെ റോസാ ചെടികൾ, പിന്നെ ഹിബിസ്കസ്, ചെമ്പരത്തി, ബോഗ്യൻ വില്ല, ഇതൊക്കെ നമുക്ക് എക്സാമ്പിളായിട്ട് പെടുത്താം. നമ്മൾ തുളസി, ഇതൊക്കെ നമുക്ക് എന്തിന് എക്സാമ്പിളായിട്ട് പെടുത്താം, ഷ്രബിന് എക്സാമ്പിളായിട്ട് പെടുത്താം. ഇനി ട്രീസിലേക്ക് വരുമ്പോൾ അവർ വലിയ ജയൻസ് ആണ്, അല്ലെങ്കിൽ അവർ വലിയ ചെടികളാണ്, നല്ല നല്ല ഹൈറ്റിൽ വളരാൻ കേപ്പബിലിറ്റി ഉള്ള ചെടികളെയാണ്, പ്ലാന്റ്സിനെയാണ് നമ്മൾ ട്രീസ് എന്ന് പറയാം. അപ്പോൾ നമുക്ക് പറയാം ദേ ആർ ടോളസ്റ്റ് പ്ലാന്റ് ആണെന്ന് പറയാം, വിത്ത് സിംഗിൾ വുഡി സ്റ്റെം കോൾഡ് ട്രങ്ക്. അപ്പോൾ ഒരു മരം എടുത്തു കഴിഞ്ഞാൽ അതിന് ഒറ്റൊരു വുഡി സ്റ്റെമ്മാണ് കാണാം. അതിന് ട്രങ്ക് എന്നാണ് വിളിക്കുക. ട്രങ്ക് എന്ന് വിളിക്കും. ഇവർക്ക് നല്ല ടോളിൽ വളരാനും ഒരുപാട് വർഷക്കാലം ജീവിക്കാനും സാധിക്കും. അതാണ് മക്കളെ ഒരുപാട് ആയുസ് കൂടുതലുള്ള ആൾക്കാരാണ്. അതായത് ഒരുപാട് കാലം ഇത് നിലനിൽക്കും. അതാണ് ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത. വെരി ടോൾ വളരാൻ പറ്റും. ദേ ക്യാൻ ഗ്രോ വെരി ടോൾ ആൻഡ് ലിവ് ഫോർ മെനി ഇയേഴ്സ്. എക്സാമ്പിൾ മാംഗോ ട്രീ, ജാക്ക് ഫ്രൂട്ട്, ഓക്ക്, നീം, ഇതൊക്കെ എന്തിന് എക്സാമ്പിളാണ്? ഇതൊക്കെ നമ്മുടെ ട്രീസിന് എക്സാമ്പിളാണ്, മരങ്ങൾക്ക് എക്സാമ്പിളാണ്. ക്ലിയർ അല്ലേ? ദിസ് ഈസ് ദ ക്ലാസിഫിക്കേഷൻ ഓഫ് പ്ലാന്റ്സ് ബേസ്ഡ് ഓൺ ദെയർ ഹൈറ്റ്. ദെൻ ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ ദ ടൈപ്പ് ഓഫ് സ്റ്റെം. സ്റ്റെമ്മിൻ്റെ ടൈപ്പ് അനുസരിച്ച് 2 നമുക്ക് പ്രധാനമായിട്ടും പറയാം.
സം പ്ലാന്റ്സ് ആർ ഹാവിങ് സോഫ്റ്റ് സ്റ്റം. നമ്മൾ നേരത്തെ പറഞ്ഞ ഹെർബുകൾക്കാണ് ഇത്തരത്തിൽ സോഫ്റ്റ് ആയിട്ടുള്ള, വളരെ സോഫ്റ്റ് ആയിട്ടുള്ള സ്റ്റെമ്മുകൾ ഉള്ളത്. ആ സ്റ്റെമ്മുകൾ സോഫ്റ്റ് എന്ന് മാത്രമല്ല ഗ്രീനിഷ് കളറിലായിരിക്കും ആൻഡ് പ്ലയബിൾ ആണ്, ഫ്ലെക്സിബിൾ ആണ്. ഒക്കെ നമ്മൾ ഒടിക്കാൻ ശ്രമിക്കുമ്പോൾ അത് ബെൻഡ് ചെയ്യും. പെട്ടെന്ന് തന്നെ ചെറിയ ഫോഴ്സ് കൊടുക്കുമ്പോൾ തന്നെ ഇറ്റ് വിൽ ബെൻഡ്, മീൻസ് പ്ലയബിൾ ഓർ ഫ്ലെക്സിബിൾ. സോ സോഫ്റ്റ് സ്റ്റെംഡ് പ്ലാന്റ്സിൻ്റെ കേസിൽ the stems will be very soft as it is mentioned. It will be greenish color and will be flexible. Found in smaller plants like herb. For example, spinach, lettuce have soft stem. Then hard stem എന്ന് പറയുമ്പോൾ the stem will be like woody. It's not green, it is woody stem and not flexible. Opposite of flexible is rigid. When we are applying force, it will not undergo any deformation. When we are applying more force, it may break. അതാണ് അതിൻ്റെ അർത്ഥം. So these stems are woody ആണ് and rigid. Found in shrub and trees. Shrubിലും ട്രീസിലും woody stems ആണ് കാണാം. For instance, the stem of rose bush, the oak tree are hard. അപ്പോൾ നമ്മൾ റോസാപ്പൂവിൻ്റെ സ്റ്റെം എടുത്ത് നമ്മൾ കൺസിഡർ ചെയ്ത് ഇറ്റ് വിൽ ബി വെരി ഹാർഡ്. ഇറ്റ്സ് നോട്ട് ലൈക്ക് ഫ്ലെക്സിബിൾ, ഇറ്റ് ഈസ് റിജിഡ് ഓൺലി. സോ അതാണ് ഈ ഹാർഡ് സ്റ്റെം കാറ്റഗറിയിലുള്ള പ്ലാന്റ്സിൻ്റെ പ്രത്യേകത. സോ നെക്സ്റ്റ് ലീവ്സിൻ്റെ കേസിൽ നമുക്ക് പറയുകയാണെങ്കിൽ നമ്മളെ ഡിഫറൻറ്റ് പ്ലാന്റ്സിനും ഡിഫറൻറ്റ് ടൈപ്സ് ഓഫ് ലീഫാണ്. ഡിഫറൻറ്റ് സൈസ് ലീഫുണ്ട് ആൻഡ് ഡിഫറൻറ്റ് ഷേപ്പിലും നമുക്ക് ലീഫുകൾ കാണാം. സോ ലീവ്സ് ക്യാൻ ഹാവ് ഡിഫറൻറ്റ് ഷേപ്സ് ആൻഡ് സൈസസ്. ഹിയർ വി ആർ ഗിവൺ എൻ എക്സാമ്പിൾ of a mango tree leaf. മാവിലെ ഇല. ഓക്കെ, അതിൻ്റെ ഇലയുടെ പ്രത്യേകത ഇറ്റ് ഈസ് ബ്രോഡർ ലീഫ്. ഇറ്റ്സ് ബ്രോഡർ. ദർ ഈസ് മോർ ഏരിയ, ദർ ഈസ് മോർ സർഫസ് ഏരിയ. ബട്ട് when we consider the leaf of a mango tree with the leaf of a grass will be like very thin. So thin leaf. ഗ്രാസിൻ്റെ ലീഫ് വളരെ തിന്നാണ്. So that indicate or that proves that leaves of different plants are of different kind, different shape and different size. ഈ ലീഫിൽ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ യു ക്യാൻ സീ ദ വെയിൻ ആൻഡ് വെയിൻലെറ്റ്സ്. ലീഫിൽ നല്ല വെയിൻസ് കാണാൻ പറ്റും. ഓക്കെ, ലീവ്സ് ഹാവ് എ വെയിൻ, അതാണ് ഇവിടെ പറയുന്നത്, ഹാവ് എ വെയിൻ ദാറ്റ് പ്രൊവൈഡ് സപ്പോർട്ട് ആൻഡ് ട്രാൻസ്പോർട്ട് ഓഫ് വാട്ടർ ആൻഡ് ന്യൂട്രിയൻസ് ടു ദ ലീഫ്. അപ്പോൾ ലീഫിലേക്ക് വാട്ടറിന് എത്തിക്കാൻ വേണ്ടിയിട്ട് ഈ പറഞ്ഞിരിക്കുന്ന വെയിൻസ് ഹെൽപ്പ് ചെയ്യും. അത് ലീഫിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫുഡ് മെറ്റീരിയൽ, നമുക്കറിയാം ലീഫാണ് ഫുഡ് മെറ്റീരിയലിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ ലീഫ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫുഡ് പ്ലാന്റ്സിൻ്റെ മറ്റു ഭാഗങ്ങളിലേക്ക് പോകുന്നതും ഈ പറഞ്ഞിരിക്കുന്ന വെയിനിനകത്തൂടെയാണ്. വെയിനകത്ത് ആക്ച്വലി ഇത് കണ്ടക്ട് ചെയ്യുന്ന കണ്ടക്റ്റീവ് ടിഷ്യൂസ് ഉണ്ട്. അത് വലിയ ക്ലാസ്സിൽ നിങ്ങൾ പഠിക്കും. ആക്ച്വലി അതാണ് എന്ത് ചെയ്യുന്നത്, വാട്ടറിനെയും മിനറൽസിനെയും ന്യൂട്രിയൻസിനെയും ഒക്കെ കൊണ്ടുപോകാൻ സഹായിക്കുന്നത്. ഈ ലീഫിലെ ഈ പാറ്റേൺസ് ഉണ്ടല്ലോ, ഈ വെയിനിനെ അറേഞ്ച് ചെയ്തിരിക്കുന്ന പാറ്റേൺ, ആ അറേഞ്ച്മെൻറ്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് വീനേഷൻ. എന്താ പറയുക? വീനേഷൻ. ദ പാറ്റേൺ ഓഫ് വെയിൻസ് ഓർ അറേഞ്ച്മെൻറ്റ് ഓഫ് വെയിൻ ആൻഡ് വെയിൻലെറ്റ് ഇൻ ദ ലീഫ് ഈസ് കോൾഡ് വീനേഷൻ. അതിനെയാണ് നമ്മൾ എന്താ പറയുക? വീനേഷൻ. മനസ്സിലാക്കി പഠിക്കുക. ഒരു ഇലകൾ കാണുമ്പോൾ ആ പാറ്റേൺ ഉണ്ടല്ലോ, അതിനെയാണ് നമ്മൾ എന്ത് പറയുക? വീനേഷൻ എന്ന് പറയും. മനസ്സിലായോടാ? റെഡിയല്ലേ? ഈ ഒരു പാറ്റേണിനെയാണ് നമ്മൾ എന്താ പറയുക? വീനേഷൻ. ഓരോ ചെടിയിലും ഓരോ തരത്തിലായിരിക്കും വീനേഷൻസ് കാണാൻ സാധിക്കുക. അങ്ങനെയാണെങ്കിൽ രണ്ട് ടൈപ്പ് വീനേഷൻസ് നമുക്ക് പഠിക്കാം. നമുക്കറിയാം പ്രധാനമായും ഡൈക്കോട്ട് പ്ലാന്റ്സും മോണോകോട്ട് പ്ലാന്റ്സും നമുക്കുണ്ട്. ഡൈക്കോട്ട് പ്ലാന്റ്സ് എന്ന് പറഞ്ഞാൽ കോട്ടിലിഡൻ, അതായത് വിത്തെടുത്ത് നമ്മൾ ഡൈക്കോട്ട് പ്ലാന്റ്സിൻ്റെ വിത്തെടുത്ത് പരിശോധിച്ചാൽ ആ വിത്തുകൾക്ക് രണ്ട് പരിപ്പുകൾ നമുക്ക് കാണാൻ പറ്റും. ഉദാഹരണം, കടലയൊക്കെ എടുക്കുന്ന സമയത്ത് ഈ കടലയുടെ വിത്ത് നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും അതിന് രണ്ട് പരിപ്പുകളുണ്ട്. എന്നാൽ നെല്ലുകൾക്കൊക്കെ ഒറ്റൊരു പരിപ്പ് മാത്രമേ ഉള്ളൂ. നെല്ലുകൾ ഒന്നേ ഉള്ളൂ. അപ്പോൾ രണ്ട് കോട്ടിലിടൻ ഉള്ളവയെ ഡൈക്കോട്ട് പ്ലാന്റ്സ് എന്നാണ് പറയുക. അപ്പോൾ ഹിബിസ്കസും പീപ്പലും ഗ്രാമും പീയും ഒക്കെ എന്താണ്? ഡൈക്കോട്ട് പ്ലാന്റ്സ്. ഡൈക്കോട്ട് പ്ലാന്റുകളുടെ ഇലകൾ പരിശോധിച്ചാൽ കാണപ്പെടുന്ന വീനേഷനെ റെക്ടിക്കുലേറ്റ് വീനേഷൻ എന്നാണ് പറയുക. റെക്ടിക്കുലേറ്റ് വീനേഷൻ. ഈ ചിത്രത്തിൽ കാണുന്നത് പോലെ ഈ പ്ലാവിൻ്റെ ഇല ശ്രദ്ധിച്ചോ, നടുക്കൊരു മെയിൻ വെയിനുണ്ട്, അതിൽ നിന്ന് വെയിനിലേറ്റ് ഇതേപോലെ ഇങ്ങനെ വരികയാണ്. അപ്പം ഇങ്ങനെയുള്ള വീനേഷനെ നമുക്ക് ഒരു നെറ്റ്വർക്ക് പോലെ ഇങ്ങനെ കാണാം. വെയിൻസ് ഒരു നെറ്റ്വർക്ക്, ഒരു വലക്കണ്ണി, ഒരു ശൃംഖല, ഒരു വലകൾ പോലെ ഇങ്ങനെ കാണാൻ പറ്റും.
അപ്പം ഇങ്ങനെയുള്ള വീനേഷൻ നമുക്ക് കാണുന്നത് ഡൈക്കോട്ട് പ്ലാന്റ്സിലാണ്. ആ ഡൈക്കോട്ട് പ്ലാന്റ്സിൽ കാണപ്പെടുന്ന ഇങ്ങനെയുള്ള വീനേഷനെ, ഇങ്ങനെയുള്ള വെയിനിൻ്റെ അറേഞ്ച്മെൻറ്റിനെ റെക്ടിക്കുലേറ്റ് വീനേഷൻ എന്നാണ് പറയുക. എന്നാൽ മോണോകോട്ടുകളായ ഈ പുല്ലുകളിലൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ഇലകൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, നടുക്ക് തീർച്ചയായിട്ടും ഒരു വെയിൻ ഉണ്ട്. ബാക്കിയുള്ളതൊക്കെ അതിന് പാരലായിക്കൊണ്ട് ഇതേപോലെയാണ് വെയിൻസ് ഇങ്ങനെ പോകുന്നത്. അപ്പം ഇങ്ങനെയുള്ള വീനേഷനെ, അത് വെയിനെ ആക്ച്വലി റണ്ണിങ് പാരലൽ ടു ഈച്ച് അതർ, സൂക്ഷിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം അല്ലെ, പാരലൽ ആയിട്ടാണ് റൺ ചെയ്യുന്നത്. അപ്പം ഇതുപോലുള്ള വീനേഷനെ, അതായത് പാരലൽ വീനേഷൻ എന്ന് പറയും. വെയിൻസ് ആർ റണ്ണിങ് പാരലൽ ടു ഈച്ച് അതർ, വിച്ച് ഈസ് വെരി കോമൺ ഫീച്ചർ ഇൻ മോണോകോട്ട് പ്ലാന്റ്സ് ലൈക്ക് ഗ്രാസ്, വീറ്റ് എക്സെട്ര ഇസ് പാരലൽ വീനേഷൻ. അപ്പം വീനേഷൻ എന്താണെന്ന് ക്ലിയർ ആയില്ലേ? ഇനി ആനിമലിൻ്റെ ഡൈവേഴ്സിറ്റി കൂടി ഡിസ്കസ് ചെയ്തിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. പ്ലാന്റ്സിൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പ്ലാന്റ്സ്, ഡിഫറെൻറ്റ് വെറൈറ്റി ഓഫ് പ്ലാന്റ്സ് ഉണ്ട്, ഡൈവേഴ്സ് ആണെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തു. സിമിലർ മാനർ ആനിമൽ ഈസ് ഓൾസോ ഷോയിങ് എ ലോട്ട് ഓഫ് ഡൈവേഴ്സിറ്റി ഇൻ ദി വേൾഡ്, ആനിമൽ വേൾഡ്. There are animals with different sizes, different shape and different way of locomotion, different way of their movement. So different types of different kinds of plants or animals are there in our surroundings. Some are big, some are small, and some may have a unique shape. എല്ലാ ആനിമലിൻ്റെ ഷേപ്പ് ഒരുപോലെയാണോ? അല്ല. Cat is not looking like a dog. Both are different in the aspect of shape also. And the way of movement, fishes used to swim in water. It is moving actually, but we used to walk in the land. അല്ലേ, നമ്മൾ ലാൻഡിൽ നടക്കും യൂസിങ് അവർ ലെഗ്. സോ മൂവ്മെൻറ്റ് ഓഫ് ഈച്ച് എനിമൽ ഈസ് ഓൾസോ യുണീക്ക്, ഡിഫറൻറ്റ്. മനസ്സിലായോ? അങ്ങനെ ആവുമ്പോൾ നമുക്ക് ആനിമലിൻ്റെ മൂവ്മെൻറ്റിൻ്റെ ബേസിൽ there will be walking animals. Walking in the sense animal like cat, dog, and we also used to walk using our leg. We'll be using what? Legs for walking. Legs. Correct? Then flying. Birds used to fly like eagle, sparrow. They'll be using wings to fly. Insects also. Then some other animal category used to swim. Swimming ആരൊക്കെയാണ്? ഫിഷസ് ലൈക്ക് ഗോൾഡ് ഫിഷ്, ഷാർക്ക്. They use their fins. They are having the fins. This is the fin structure. They will be using the fins and they will be swimming. Then some animals crawl. എഴഞ്ഞു ചെയ്യും, എഴജന്തുക്കൾ. Reptiles used to do that. Snake, പിന്നെ lizard. They will be crawling. So movement, based on movement, there are some animals walking, some animals will be flying, some animal will be swimming, and some will be crawling. Then body parts for movement. So some animals, as I told you before, they used to walk, so they will be having legs. And some other animal have wings like birds. They used to fly. And fishes are having fins which help them to swim. So the animals are using their respective body parts for their movement. Fishes, which is an aquatic ആണ്, വെള്ളത്തിലാണ് ഫിഷസ് കാണുക. വെള്ളത്തിലൂടെ സ്വിം ചെയ്യണമെങ്കിൽ ഫിഷസ് ആർ ഹാവിങ് ഫിൻസ്. Birds are used to flying. Birds will be flying. So for the purpose of flight or purpose of flying purpose, it is having wings. Next, habitat. What is habitat? എന്താണ് ഹാബിറ്റ്? ചുറ്റുപാടിനെയാണ് നമ്മൾ ഹാബിറ്റേറ്റ് പറയുക. ഒരു ജീവിയുടെ ചുറ്റുപാട്, അതെവിടെ ജീവിക്കുന്നു, ആ സാഹചര്യം, അവിടുന്ന് ഭക്ഷണം കഴിക്കുന്നു, അവിടെ എല്ലാ കാര്യങ്ങളും നിർവഹിക്കുന്നു, അതിന് ചുറ്റുപാട്, അതാണ് ഹാബിറ്റാറ്റ് എന്ന് പറയുന്നത്. ആനിമൽ ആക്ച്വലി ലിവ് ഇൻ ഡിഫറെൻറ്റ് എൻവിറോൺമെൻറ്റ്. ആനിമൽ ലിവ് ചെയ്യുന്ന എൻവിറോൺമെൻറ്റിനെ ഹാബിറ്റാറ്റ് എന്ന് പറയും. ഇറ്റ് ക്യാൻ ബി ലൈക്ക് ലാൻഡ്, വാട്ടർ, ഓർ സം ആനിമൽ ലിവ് ഇൻ ദ ബോത്ത് ലാൻഡ് ആൻഡ് വാട്ടർ ഓൾസോ. ലാൻഡിലും വാട്ടറിലും ജീവിക്കുന്ന ആനിമൽസ് ഉണ്ട്, ലാൻഡിൽ മാത്രം ജീവിക്കുന്ന ആനിമൽസ് ഉണ്ട്, വാട്ടറിൽ മാത്രം ജീവിക്കുന്ന ആനിമൽസും ഉണ്ട്. So based on that, animals are three category. Terrestrial animal. Terrestrial animal means land animals. Animal that is living on land. Example, lion, elephant, and ഇതൊക്കെ എന്താണ്? കരയിൽ ജീവിക്കുന്ന ജീവികളാണ്. അവരെ കരയിൽ ജീവിക്കുന്ന ജീവികളെയാണ് ടെറസ്ട്രിയൽ എന്ന് പറയാം. വെള്ളത്തിൽ ജീവിക്കുന്ന ജീവികളെ അക്വാട്ടിക് ആനിമൽസ് എന്നാണ് പറയാം. പ്രധാനമായും ഫിഷസും ഒക്കെ, വെയിലും ജെല്ലി ഫിഷും ഒക്കെ എന്താണ്? അക്വാട്ടിക് ആണ്.
ഇനി രണ്ടിലും ജീവിക്കുന്ന ആൾക്കാരുണ്ട്. ഈ തവള പോലുള്ള ജീവികളുണ്ടല്ലോ, ഫ്രോഗും സലാമൻഡറും ഒക്കെ എന്താണ്, ദേ ലിവ് ഓൺ ബോത്ത് ലാൻഡ് ആൻഡ് വാട്ടർ. രണ്ടിലും ജീവിക്കും. അപ്പൊ അതുപോലെ നമ്മൾ ആംഫീബിയൻസ് എന്നാ പറയാം. ദേ ക്യാൻ ലിവ് ഓൺ ബോത്ത് ലാൻഡ് ആൻഡ് ഇൻ വാട്ടർ. എക്സാമ്പിൾ ഇൻക്ലൂഡ് ഫ്രോഗ്സ് ആൻഡ് സലാമൻഡർ. ഇത്രയും ക്ലിയർ അല്ലേ? അപ്പോൾ നമുക്ക് ഇത്രയുമാണ് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. സോ ഈ ഒരു ചാപ്റ്റർ നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് പുതിയ ക്യൂരിയോസിറ്റിയാണ് ടെക്സ്റ്റ് ബുക്ക്. ആ ടെക്സ്റ്റ് ബുക്കിലെ കാര്യങ്ങൾ വളരെ എളുപ്പമാണ്, പഠിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. കുറേ കാര്യങ്ങൾ അധികം വന്നിട്ടുണ്ട്. സോ തീർച്ചയായിട്ടും നമുക്കിതൊക്കെ പഠിച്ചെടുക്കാൻ പറ്റുന്ന കാര്യമുള്ളൂ. ബേസിക്കലി ഞാൻ പറഞ്ഞു, ഇറ്റ് ഈസ് സയൻസ്. സയൻസ് ഓൾവേസ് യു ഷുഡ് അണ്ടർസ്റ്റാൻഡ് ആൻഡ് സ്റ്റഡി, നെവർ ബൈ ഹാർട്ട്. ആ ഒരു പോയിന്റ് ഉണ്ടെങ്കിൽ തന്നെ വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് കരുതുന്നു. ഇതുപോലുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കോണ്ടന്റുമായിട്ട് വീണ്ടും നിങ്ങളുടെ മുന്നിൽ ഞാൻ എത്തിപ്പെടും. അതുവരേക്കും ഇറ്റ്സ് മീ അക്ഷയ് സൈനിങ് ഓഫ്. ബൈ.